കൊല്ലത്ത് നിന്ന് ഈ പേഷ്യൻ്റ് 120 കിലോമീറ്റർ യാത്ര ചെയ്ത് തിരുവനന്തപുരത്ത് എത്തണമെങ്കിൽ ഇതിൻ്റെ ഇടയ്ക്ക് പാരിപ്പള്ളി മെഡിക്കൽ കോളേജുണ്ട്. എന്തുകൊണ്ടാണ് മെഡിക്കൽ കോളേജ് കയറിയില്ല? കാരണം അവിടെ കാർഡിയോളജി സ്ട്രോങ് അല്ല, കാർഡിയോളജി നല്ല കാർഡിയോളജി അല്ല. അതാരുടെ മിസ്റ്റേക്കാണ്? അതാ ആലോചിക്കേണ്ടത് എന്നില്ല. 5 ഡോക്ടർമാർ രാവിലെ 9 മണിക്ക് കയറിയാൽ 4 മണിക്കും 800 പേഷ്യൻറ്റിനെ പരിശോധിച്ച് കഴിയും ഒ പിയിൽ. നമ്മളത് പരിശോധിക്കണ്ടേ? എന്തുകൊണ്ടത് ചെയ്യുന്നില്ല? ഞാനൊരു കാര്യം, മന്ത്രിയുടെ നിയോജകമുണ്ട്. ഞാൻ എന്തെങ്കിലും പറഞ്ഞാൽ മന്ത്രിക്കെതിരാണ് അല്ലെങ്കിൽ സർക്കാരിനെതിരാണ് തീരുമാനിക്കരുത്. ഒരു മനുഷ്യൻ അദ്ദേഹത്തിന് താൻ ഇല്ലാതെയായി പോകുമെന്നൊരു ഭയപ്പാടുണ്ട് എന്നുള്ളത് ഓഡിയോ ശബ്ദം കേൾക്കുമ്പോൾ, ഓഡിയോ സന്ദേശം കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യമാണ്. ഞാൻ ഇല്ലാതെ പോയിട്ടുണ്ടെങ്കിലും ഈ വിവരങ്ങൾ പുറത്തു വരണം. എന്തുകൊണ്ടാണ് എനിക്ക് ഇങ്ങനൊരു പ്രശ്നമുണ്ടായത് എന്നുള്ളത്, എന്താണ് ഇവിടെ അനുഭവിച്ചത് എന്നുള്ളത് പുറത്തു വരണം എന്നുള്ളത് കൊണ്ടാണല്ലോ അത്തരത്തിലൊരു ഓഡിയോ സന്ദേശം അയക്കുന്നത്. അതിൽ പറയുന്ന കാര്യങ്ങൾ ഏറ്റവും നിസ്സഹായമായ അവസ്ഥയിലേക്ക് പോയൊരു മനുഷ്യൻ്റെ കാര്യമാണ്. അവിടുത്തെ ഉദ്യോഗസ്ഥർ, അവിടുത്തെ ജീവനക്കാർ, അത് ഇങ്ങേയറ്റം അറ്റൻഡർ മുതൽ അങ്ങേയറ്റം ഡോക്ടർ വരെ ഒരു പ്രശ്നം വരുമ്പോൾ അത് കേട്ടതായി പോലും നടിക്കുന്നില്ല. അദ്ദേഹം ഉപയോഗിച്ച വാക്ക് നായയെ കാണുന്നത് പോലെ പോലും കാണുന്നില്ല എന്നുള്ളതാണ്. എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു സമീപനം ഉണ്ടാകുന്നത്? അത് ഡോക്ടർമാരുടെ സമീപനമല്ല, നമ്മൾ ആലോചിക്കേണ്ട ഒരു വിഷയം. രാവിലെ 7 മണിക്ക് ആൻജിയോഗ്രാം ആൻജിയോപ്ലാസ്റ്റിയും തുടങ്ങുന്ന 4-5 ഡോക്ടർമാർ, അവർ പിറ്റേന്ന് രാവിലെ 7 മണി വരെയാണ് ഈ ആൻജിയോഗ്രാം ചെയ്യുന്നത്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൻ്റെ ഒരു ചുറ്റുപാടും ഇവിടുത്തെ ഉപകരണങ്ങളുടെ ഒരു ക്ഷാമവും മറ്റതും മുഖവിച്ചുകൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് 12 പേഷ്യൻറ്റിനെയാണ് ആൻജിയോഗ്രാം ചെയ്യാൻ പറ്റുന്നതും ആൻജിയോപ്ലാസ്റ്റി, അതിൻ്റെ കൂടെ തന്നെ ആൻജിയോപ്ലാസ്റ്റി ചെയ്യുന്നുണ്ട്. പക്ഷേ അവിടെ വരുന്ന പേഷ്യൻ്റ് 800 പേഷ്യൻ്റ് ഒ പിയിൽ വരുന്നു. IP 80-120 പേഷ്യൻ്റ് IP വരുന്നു, ഒരു ദിവസം വരുവാണ്. 2 പേര്, നേരത്തെ മാധു പറഞ്ഞു 2 പേര് കട്ടിലിൽ കിടക്കുന്നു പറഞ്ഞു, 2 പേര് തറയിലും കിടക്കുക. എന്തുകൊണ്ട് അങ്ങനെ വരുന്നെന്ന് മന്ത്രിതലത്തിൽ ഇന്ന് വരെ ചിന്തിച്ചിട്ടുള്ള പല ചർച്ചകളും ഇത് പറഞ്ഞതാണ്. കൊല്ലത്ത് നിന്ന് ഈ പേഷ്യൻ്റ് 120 കിലോമീറ്റർ യാത്ര ചെയ്ത് തിരുവനന്തപുരത്ത് എത്തണമെങ്കിൽ ഇതിൻ്റെ ഇടയ്ക്ക് പാരിപ്പള്ളി മെഡിക്കൽ കോളേജുണ്ട്. എന്തുകൊണ്ടാണ് മെഡിക്കൽ കോളേജ് കയറിയില്ല? കാരണം അവിടെ കാർഡിയോളജി സ്ട്രോങ് അല്ല, കാർഡിയോളജി നല്ല കാർഡിയോളജി അല്ല. അതാരുടെ മിസ്റ്റേക്കാണ്? അതാ ആലോചിക്കേണ്ടത്. ഇതിൽ ചെയ്യാൻ പറ്റുന്നൊരു പരിഹാരം എന്ന് പറയുന്നത്, ഓരോ ജില്ലയിലും മെഡിക്കൽ കോളേജ് സ്ഥാപിച്ചിട്ടുണ്ട്. ഇപ്പോൾ പത്തനംതിട്ട ജില്ലയിൽ കോന്നി മെഡിക്കൽ കോളേജുണ്ട്, കൊല്ലം ജില്ലയിൽ പാരിപ്പള്ളി മെഡിക്കൽ കോളേജുണ്ട്. ഈ മെഡിക്കൽ കോളേജിൽ കാർഡിയോളജിയുടെ 1-2 യൂണിറ്റ് തുടങ്ങുക എന്നുള്ളതാണ്. ആ യൂണിറ്റിൽ ആവശ്യം പോലെ ഡോക്ടർമാരെ നിയമിക്കുകയാണ്. ഇപ്പോൾ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ തന്നെ 4 യൂണിറ്റേ ഉള്ളൂ. എന്തുകൊണ്ട് 2 യൂണിറ്റും കൂടെ ആരംഭിച്ചുകൂടാ? തിങ്കൾ, ചൊവ്വ, ബുധൻ, വ്യാഴം, വെള്ളിയും ശനിയും കൂടെ ബാക്കിയുള്ള എല്ലാ അസുഖങ്ങൾക്കുമുള്ള യൂണിറ്റുകളുണ്ട്. പക്ഷേ കാർഡിയോളജിക്കില്ല. എന്തുകൊണ്ട് ഡോക്ടറെ നിയമിക്കുന്നില്ല? 5 ഡോക്ടർമാർ രാവിലെ 9 മണിക്ക് കയറിയാൽ 4 മണിക്കും 800 പേഷ്യൻറ്റിനെ പരിശോധിച്ച് കഴിയും ഒ പിയിൽ. നമ്മളത് പരിശോധിക്കണ്ടേ? എന്തുകൊണ്ടത് ചെയ്യുന്നില്ല? ഞാനൊരു കാര്യം, മന്ത്രിയുടെ നിയോജകമുണ്ട്. ഞാൻ എന്തെങ്കിലും പറഞ്ഞാൽ മന്ത്രിക്കെതിരാണ് അല്ലെങ്കിൽ സർക്കാരിനെതിരാണ് തീരുമാനിക്കരുത്. പത്തനംതിട്ട ജില്ലയിലെ ജില്ലാ ആശുപത്രി എന്ന് പറയുന്നത് കോഴഞ്ചേരിയിലാണ്. മന്ത്രിയുടെ നിയോജകമണ്ഡലം ആറന്മുളയുടെ കീഴിലാണ് ഈ കോഴഞ്ചേരി എന്ന് പറയുന്നത്. അവിടെ പോലും ഒരു കാർഡിയോളജി ഡോക്ടറില്ല, ഒരു ഒ പി ഇല്ല. എങ്ങനെയായി സിസ്റ്റം ശരിയാവുന്നത്? ആവശ്യത്തിന് സ്റ്റാഫുകളെ ഇപ്പം തന്നെ സഹോദരിയുടെ ദുഃഖത്തിൽ ഞാൻ പങ്കുചേരുന്നു. പക്ഷേ സഹോദരി പറഞ്ഞൊരു കാര്യമുണ്ട്, ഒരു സിസ്റ്റർ അല്ലെങ്കിൽ ഒരു നേഴ്സ് നമ്മളെ പരിഗണിക്കാൻ പോലും വരുന്നില്ലെന്ന്. 28ാം വാർഡിൽ 250ഓളം പേഷ്യൻ്റ് അഡ്മിറ്റായി കിടക്കുന്നത്, തറയിലും കട്ടിലിലുമായിട്ട്. 3 നേഴ്സുമാരുണ്ട്. എങ്ങനെ ഇവരെ പരിഹരിക്കും ഈ നേഴ്സുമാർ? അപ്പോൾ ആവശ്യത്തിന് സ്റ്റാഫുകളെ നിയമിക്കുക. ഓരോ ജില്ലയിലും കൊടുത്തേക്കുന്ന മെഡിക്കൽ കോളേജിൽ ആവശ്യം പോലെ കാർഡിയോളജി യൂണിറ്റുകൾ പറയുന്നത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ഡോക്ടർമാരെ പുനർവിന്യസിക്കാമെന്നാണ് മറ്റു മെഡിക്കൽ കോളേജുകളിലേക്ക്. അല്ല, ഒരുപാട് പോസ്റ്റ് ക്രിയേറ്റ് ചെയ്യണം, പുതിയ പോസ്റ്റുകൾ കൊണ്ടുവരണം. പാരിപ്പള്ളി മെഡിക്കൽ കോളേജിൽ 5 യൂണിറ്റ് തുടങ്ങുന്നു. കൊല്ലം ജില്ലയിലെ കാർഡിയോളജി പേഷ്യൻ്റ് മുഴുവൻ പാരിപ്പള്ളി മെഡിക്കൽ കോളേജിൽ പോകണം എന്ന് പറയുമ്പോൾ തിരുവനന്തപുരത്ത് കുറയും. ഇത് അവിടെ നല്ല കാർഡിയോളജി ഇല്ലാത്തതുകൊണ്ടല്ലേ ഇങ്ങോട്ട് വരുന്നത്. ഏത് കേസ് നമ്മൾ പരിശോധിക്കേണ്ടത് എന്താ? ഇവിടെ ആൻജിയോഗ്രാം ചെയ്ത് ഒരാഴ്ച എത്രയാണെന്ന് കണക്കെടുക്കണം, അല്ലെങ്കിൽ ഒരു മാസം എത്രയാണെന്ന് കണക്കെടുക്കണം. പാരിപ്പള്ളി മെഡിക്കൽ കോളേജിൽ ആൻജിയോഗ്രാം ആൻജിയോപ്ലാസ്റ്റിയും ചെയ്ത് എത്രയാണെന്ന് കണക്കെടുത്താൽ മനസ്സിലാവും. ഇവിടെ ഏതാണ്ട് ഒരു മാസം എങ്ങനെ പോയാലും 10, 300, 400 പേഷ്യൻറ്റിനെ ആൻജിയോപ്ലാസ്റ്റി ചെയ്യുമ്പോൾ അവിടെ 2-3 പേരെ ചെയ്യുന്നത്. അത് മാറ്റി അവിടെ ആവശ്യത്തിന് ഡോക്ടർമാരെ അവിടെ നിയമിച്ചുകൊണ്ട് ഒരു നിയമം കൊണ്ടുവരണം. അതാത് ജില്ലയിലെ മെഡിക്കൽ കോളേജുകളിൽ എല്ലാ സൗകര്യങ്ങളും ഏർപ്പെടുന്നത്, അതാത് ജില്ലയിൽ രോഗികൾ അവിടുത്തെ മെഡിക്കൽ കോളേജിൽ പോകണമെന്ന് പറഞ്ഞാൽ തിരുവനന്തപുരത്ത് ഒഴിയും. ഇത് പത്തനംതിട്ടയിൽ നിന്ന് പോലും ഇവിടെ ആളുകൾ വരുന്ന ആൻജിയോപ്ലാസ്റ്റി ചെയ്യാൻ എങ്ങനെ പറ്റുന്നത്? ഇവിടെ ആകെപ്പാടെ 4 യൂണിറ്റ് ഉണ്ട്.